കൊച്ചിയിൽ 4 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ്. ബജാജിന്റെ പേരിലാണ് തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്ന് പണം തട്ടിയത്. കാക്കനാട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഞ്ജലി ശ്രീജിത്ത രാജ് ചേരുന്ന വിശദാംശങ്ങളുമായി. അഞ്ജലി, ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പുകൾ വ്യാപകമാവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 4 കോടിയുടെ ഒരു വലിയ തട്ടിപ്പ് കൊച്ചിയിൽ നടന്നതായുള്ള വിവരങ്ങൾ വരുന്നത്. പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിനീത, അതായത് തുടർച്ചയായി ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പിന്റെ കാലമെന്ന് നമുക്ക് പറയാം. കാരണം നിരവധി ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത്. സൈബർ പോലീസിന്റെ അടുത്തും പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള നിരവധി കംപ്ലൈന്റുകൾ എത്തുന്നു. ഇപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഉയർന്ന ജോലിയും സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ തട്ടിപ്പിന് കൂടുതൽ ഇരയാക്കുന്നത്. ഈ ഒരു സംഭവം തന്നെ എടുത്തു പറയുവാണെങ്കിൽ തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള വാസുദേവൻ എന്ന ഡോക്ടറാണ്. ഇദ്ദേഹത്തിനാണ് 4 കോടിയിലധികം, അതായത് ഏകദേശം 4,05,81,351 രൂപയാണ് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ. സെപ്റ്റംബർ 26-നാണ് ഇയാൾ ഈ ഒരു വാട്സപ്പ് ചാറ്റ് വഴി ഒരു ലിങ്ക് വരുന്നു. അതായത് ബജാജ് ഫിൻ സർവീസിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് വാട്സപ്പിലെത്തുന്നു. തുടർന്ന് ഈ ഒരു ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ വലിയ തുക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ട്രേഡിംഗ് ആപ്പിലേക്ക് ഈ വ്യക്തിയെ, അതായത് വാസുദേവൻ എന്ന ഈ വ്യക്തിയെ കൊണ്ട് പണം ഇടിപ്പിച്ചത്. തുടർച്ചയായി, അതായത് ഫെബ്രുവരി 26 തൊട്ട് ഈ സെപ്റ്റംബർ 26 തൊട്ട് ഈ കാലയളവ് വരെ ഏകദേശം പല തവണകളിലായി ഈ 4 കോടിയിലധികം രൂപ ഇയാൾ നിക്ഷേപിക്കുന്നു. തുടർന്ന് ഇത്രയും കാലയളവായിട്ടും യാതൊന്നും ഈ ഒരു ട്രേഡിങ്ങിൽ ഇട്ടതിന് ഭാഗമായിട്ട് അയാൾക്ക് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇയാൾ ഈ ഒരു വിവരം പോലീസിനെ അറിയിച്ചത്. ഈ വിവരം പോലീസിനെ അറിയിച്ചപ്പോഴാണ് ഈ ആപ്പ് പരിശോധിച്ചപ്പോൾ ഇതൊരു വ്യാജ ആപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ ഒരു കേസിൽ, അതായത് ഇയാളുടെ പരാതിയിന്മേൽ സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതായത് ഇതിലിപ്പോൾ ഈ ഒരു തട്ടിപ്പിൽ ഒരാളിൽ നിന്നുമാണ് 4 കോടിയിലധികം രൂപ ഈ തട്ടിപ്പ് സംഘമാണോ അല്ലെങ്കിൽ ഒരാളാണോ ഈ തട്ടിപ്പിന് പിന്നിലെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലൊരു ജാഗ്രതാ നിർദ്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത്. വിനീത.